നിന്നെ പിടിച്ചാണെന്ന് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വലിയ ആണുങ്ങള്. ഒരു കള്ള ലക്ഷണം അതാ. ഞാൻ രഞ്ജിതനോട് പറയാ, ഞാൻ അടിച്ചിട്ട് ഞാൻ പഠിച്ചിട്ട് അടിക്കണോളൂ. ഈ ഗൗതം മര്യാദക്ക് ജോലിയും ചെയ്യുന്നില്ലേ? എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? ചേട്ടൻ അടിക്കാൻ അറിയാം, ചേട്ടൻ കൊടുക്കാൻ. ചേട്ടൻ അടിക്കാൻ അറിയാന്ന് ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം. നവഗ്രഹം പറഞ്ഞത് ശരിയാ. നിന്നെ നശിപ്പിക്കാൻ വന്ന യക്ഷിയാ ഇവള്. ഇതില് കിട്ടിയ നല്ല വേദന എടുക്കും. നല്ല കേച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് മുട്ട കഴിക്കാൻ പോലും കിട്ടുന്നില്ല, പിന്നെയാണ് ഞാൻ മുട്ട വെക്കുന്നത്. നീ ഇവിടെ കേറിയിരുന്ന് ഇതിലൂടെ ഇട്ടാണെന്ന് സംശയമുണ്ട്. ഹാളില്ലല്ലോ. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ട് പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. ഒരു കുസൃതി ചോദ്യം എന്റെ വക. ചേട്ടാ ഒരു കിണറ്റിനകത്ത് 10 ചാക്ക് പഞ്ചസാര ഇട്ടു. എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. രണ്ടാമത്തെ കിണറ്റിൽ 12 ചാക്ക് ഇട്ടു. അപ്പൊ ഈ 2 കിണറ്റിലും കൂടെ ഏറ്റവും കൂടുതൽ മധുരമുള്ളത് ഏത് കിണറ്റിലാ? സോറി, ഇത് വലിയ മാറണായില്ലോ. രണ്ടാമത്തെ ചാക്ക് മാത്രമേ ഇട്ടുള്ളൂ, പഞ്ചാര ഇട്ടില്ല. അടി മേടിച്ചപ്പോ കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. 1, 2, 3. അയ്യോ, നിന്റെ കൈ 500 ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു. തൽക്കാലം വിട്ടിരിക്കുന്നു. ഇനി ആവർത്തിച്ചാൽ സൂപ്പർടാ, സൂപ്പർടാ, സൂപ്പർ. ഇപ്പൊ ഞാൻ അടിക്കാൻ പിടിച്ചാ നിങ്ങൾ നോക്കി വെച്ചോ. നിങ്ങൾക്ക് ഞാൻ മുട്ട വെച്ചില്ലെങ്കിൽ